നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് വലിയൊരു കോൺട്രവേഴ്സി ആയേക്കുവാണ് ഇന്ത്യയിൽ. പെട്ടെന്ന് അത് ഏറ്റവും കൂടുതലുള്ള പട്ടണ പ്രദേശങ്ങളിൽ, ഏകദേശം ഇന്ത്യയുടെ അർബൻ നഗരങ്ങളിൽ ഏകദേശം 6000 ഇന്ത്യൻ സാറ്റലൈറ്റ്, അത് എയർപോർട്ട് ഉള്ളതും എയർപോർട്ട് ഇല്ലാത്തതും 6000 സിറ്റികളാണ് ഇന്ത്യയിലുള്ളത്. അവിടെയാണ് ഈ സാധാരണ, അതായത് മിഡിൽ ക്ലാസ് ഫാമിലിക്കിടയിലാണ് വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നീറ്റ് എക്സാമിനേഷനുമായിട്ട് മറ്റുള്ള എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നു. മനസ്സിലാക്കണം, ഈ ബഡ്ഡിങ് സ്റ്റേജിലുള്ള ടീനേജ് കുട്ടികളുടെ ഇടയ്ക്കാണ്, അവരുടെ പേരൻസിൻ്റെ ഇടയ്ക്കാണ് ഇത് വലിയ ഇഷ്യൂ ആയേക്കുന്നത്. ഇത് സീരിയസ് ഇഷ്യൂ തന്നെയാണ്. നിങ്ങളതേപോലെ തന്നെ നാഷണൽ ചാനൽ കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും, ഹിന്ദിയും ഇംഗ്ലീഷും എത്രമാത്രമാണ് പേരൻസും അതേപോലെ എക്സാമിനേഷൻ എഴുതിയ കുട്ടികളും എത്ര ക്ഷുഭിതരാണെന്നറിയാവും. അവരൊക്കെ പറയുന്നത് 2-3 വർഷം ട്യൂഷന് പോയി പഠിക്കുന്നു, മറ്റൊരിടത്ത് പോയി പഠിക്കുന്നു, പണം ചെലവാക്കുന്നു, എങ്ങനെയെങ്കിലും നീറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. ഇതേപോലെ 11 ലക്ഷത്തിലധികം കുട്ടികളാണ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആ എക്സാമിനേഷനാണ് 2 ദിവസം കഴിയുമ്പോൾ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുന്നത്. 3 വർഷത്തെ പഠനം, പണം, അവരുടെ പരിശ്രമം, ഈ മാതാപിതാക്കൾ അവരുടെ പുറകിൽ നടക്കുന്നു. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ആലോചിച്ച് നോക്കുക, ഈ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമാണിത്. കാരണം ഇവരുടെ ആർട്ടിക്കിൾ ഇവരുടെ ബ്ലോഗിലൊക്കെ എഴുതാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിലും. കാരണം എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഇവൻ്റ് വൈസ് ഇവൻ്റ് ഇത് ആദ്യം ലീക്കാവുന്നു. പെട്ടെന്ന് NTA ചീഫ് സുബോധ് കുമാർ സിംഗ്, ഛത്തീസ്ഗഡ് കേഡർ IAS ഓഫ്, അദ്ദേഹമാണ് അതിൻ്റെ DG. അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് DG ആണിത് കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം 400ഓളം എംപ്ലോയീസ് 1 വർഷം പാടുപെട്ടിട്ടാണ്, അതായത് ഡൽഹിയിലുള്ള അവർ പാടുപെട്ടിട്ടാണ് ഈ നീറ്റ് എക്സാമിനേഷൻ ശരിയാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് അതിൻ്റെ ചീഫ് പറയുന്നത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം കഴിയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം കണ്ടിന്യൂവേഷനായിട്ട് മോദി ഗവൺമെൻറ്റിൻ്റെ HRD മിനിസ്റ്ററാണ്, എഡ്യൂക്കേഷൻ മന്ത്രിയാണ്, അദ്ദേഹവും പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴത്തെ പ്രശ്നം സീരിയസ് ആകുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. പിന്നീട് ഗവൺമെൻറ് അത് ക്യാൻസൽ ചെയ്യുന്നു. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ 3ാം പ്രാവശ്യം അധികാരത്തിൽ കയറിയപ്പം വന്ന ഏറ്റവും വലിയ ഫ്ലോപ്പ് ഷോ ആണ് നീറ്റ് എക്സാമിനേഷൻ. പ്രത്യേകിച്ച് അർബൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷയോട് കയറ്റിയതാണ് ഗവൺമെൻറ്റിനെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഇവരിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫർദർ സ്റ്റഡീസും ഒക്കെ പോകേണ്ടവരാണ്. ഇപ്പം ഇതിനകത്ത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. പല രീതിയിലും പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ കുട്ടികൾ, അതായത് ഇത്ര ശതമാനം അവർ പറയുന്നത് ഇനി അടുത്ത ഒരു നീറ്റ് എഴുതാൻ 10% പോലും കുട്ടികൾക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ആ ക്രെഡിബിലിറ്റി മുഴുവനും പോയി. അതൊരു ഡിവൈൻ ഉണ്ടല്ലോ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്, അത് ലൂസായി. അവർ പറഞ്ഞു അവർക്കിനി താല്പര്യമില്ല നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ. ആ രീതിയിലോട്ടാണ് ഈ സംഭവം പോയേക്കുന്നത്. അവിടെയാണ് മോദി ഗവൺമെൻറ് കംപ്ലീറ്റ് ഫെയിലിയറായിപ്പോയി. കാരണം ഇത് ചെറിയ ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ലാപ്സസ് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റിൽ NTA ഒരു 4-5ഓളം ഓഫീസേഴ്സ് ഉണ്ട്. ഇവരെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തവരാണ്. ഇവരെങ്ങനെയാണ് വീണ്ടും റീറ്റെയിൻ ചെയ്തിട്ട് സെയിം പോസ്റ്റിൽ വരുന്നത്? ചോദ്യമാണ്. ഇപ്പം ഇവിടെയാണ് പാളിച്ച ഉണ്ടായത്. ഇപ്പോൾ സുബോധ് കുമാർ സിംഗ് എന്ന് പറയുന്നയാൾ ഛത്തീസ്ഗഡ് കേഡർ IAS ഓഫീസറാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ആരോപണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വലിയ റാക്കറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. പല ആവർത്തിയായിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിവിൽ സർവീസിൻ്റെ വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സംഭവങ്ങൾ ലീക്കാവുന്നുണ്ട്. അപ്പം ഇത്
കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് കഴിയില്ല എങ്കിൽ അത് ഫ്ലോപ്പ് തന്നെയാണ്, ഫ്ലോപ്പ് ഷോ തന്നെയാണ്. എൻ്റെ പേടി അതൊന്നുമല്ല. അതായത് ഇനി ഈ പോകുന്ന തലമുറ, അതായത് ഈ എക്സാമിനേഷൻ എഴുതിയ ഏകദേശം 11 ലക്ഷത്തോളം കുട്ടികളിൽ ഇവരിൽ ഇനി ഫർദർ എത്ര പേര് ഇന്ത്യയിൽ പഠിക്കും? അതാണ് ചോദ്യം. ഇതിൽ വലിയൊരു ശതമാനവും ഇവരിനി വിദേശത്തോട്ടേ പോവുകയുള്ളൂ. കാരണം മിഡിൽ ക്ലാസ്സാണ്, എങ്ങനെങ്കിലും ലോണും എടുത്തും വീടൊക്കെ വിറ്റ് ഈ കുട്ടികൾ വിദേശത്തോട്ട് പോകും. വിദേശത്ത് പോയിട്ട് ഈ കുട്ടികൾ ഒരു കാരണവശാലും തിരിച്ചു വരുത്തുകയില്ല. അതായത് ഇത്രമാത്രം ടാലൻറ്റുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യാഘാതം. ലീക്കായതൊന്നും അല്ല, അതിനി വരാനുള്ള തലമുറയാണെങ്കിൽ ഇനി എക്സാമിനേഷൻ, കാരണം ഇത് എല്ലാവരും സംസാരിക്കുന്നൊരു ടോപ്പിക്കായിട്ട് മാറി. അപ്പോൾ അവരിലും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് മനസ്സിലാക്കുക, ഈ സമയത്ത്, കാരണം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ എക്കണോമിസ്റ്റിൻ്റെ ഒരു ലേഖനം എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. ഇന്ത്യയിലുള്ള ടാലൻറ്റ് മുഴുവനും വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. അമേരിക്കയിൽ പോകുന്നു, UK പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടാലൻറ്റുകൾ ഇത് പോയിട്ട് ഇവരൊക്കെ പിന്നെ അവിടെ അങ്ങ് സെറ്റിലാവുകയും തിരിച്ചു വരുന്നില്ല. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന കുറച്ച് മണ്ടന്മാരും മണ്ടികളുമായി മാറും. ഇതാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക്. വല്ലാത്ത സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട സംഭവമാണ്. കാരണം ടാലൻസ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഒരു രാജ്യം പിന്നെ മുന്നോട്ട് പോകാൻ. കാരണം അങ്ങനൊരു സംഭവം, ഒരു ട്രെൻഡ് ഉണ്ടായി. അതേപോലെ നീറ്റ് എക്സാം, മറ്റുള്ള എക്സാമിനേഷനകത്ത് ഇതേപോലെ ചോദ്യപേപ്പർ ലീക്കും, പണം 40 ലക്ഷം 50 ലക്ഷം വെച്ച് ചോദ്യപേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറയുന്ന ടീനേജ് ആ ജനറേഷൻ അവർ വല്ലാത്ത പ്രതിസന്ധിയിലായി പോകും. കാരണം എക്സാമിനേഷൻ എന്ന് പറയുന്ന ഡിവൈനായിട്ടാണ് ഈ പറയുന്ന മിഡിൽ ക്ലാസ് ഇവരൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡിവൈനിറ്റി മുഴുവനും പോയി കഴിയുമ്പോൾ പിന്നീടത് തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. അപ്പം ഇത് ലാഘവമുണ്ട്, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതായത് എക്സാമിനേഷൻ നടത്തുമ്പോഴും ഇതേപോലെ നാഷണൽ എക്സാമിനേഷൻ നടത്തുമ്പോഴും അതിനതിൻ്റേതായ പവിത്രത വേണം. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. 0.00 അങ്ങനൊരു ലാപ്സസ് പോലും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് എക്സാമിനേഷൻ നടത്തേണ്ടത്. അതായത് മോദി ഗവൺമെൻറ് കിട്ടിയ ആദ്യത്തെ അടിയാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച. ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പോലും ഡിലേ ആയിപ്പോയി. പിന്നീടത് CBI എൻക്വയറി വരുന്നു, പല അറസ്റ്റുകൾ വരുന്നു. ഗവൺമെൻറ് ആദ്യം തന്നെ ഇതിനെപ്പറ്റി പെട്ടെന്ന് അന്വേഷണം നടത്തിയിട്ട് പറയണം, ഓക്കെ ഇതുണ്ടായി, അത് നമുക്ക് ശരിയാക്കി എടുക്കാം, അതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കും. ആദ്യം ഗവൺമെൻറ് ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ ലോകമാണ്. ഇൻസ്റ്റൻ്റായിട്ടാണ് മെസ്സേജുകളും ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഇടയ്ക്ക് അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഞാനീ പറയുന്നത് ഈ അർബൻ ക്ലാസ്സിനകത്തുണ്ടായ ഒരു വലിയ പ്രശ്നമായി മാറി നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കുട്ടികളെ ഇനിയും വലിയൊരു ശതമാനം മാതാപിതാക്കളും ഈ കുട്ടികൾക്ക് ഇന്ത്യയിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല. വരാൻ പോകുന്ന ജനറേഷന് ഇവരത് പറഞ്ഞ് മനസ്സിലാക്കും. ഇതുണ്ടാകാൻ പോകുന്ന ഇന്ത്യക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ദ്രോഹമുണ്ടാകാൻ പോയി. യഥാർത്ഥ ദ്രോഹമാണ് ഈ നീറ്റിൽ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്ത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഞാനിത് പറയുന്നത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം മോദി സർക്കാരിന് തന്നെയാണ്, വേറെ ആർക്കുമല്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? കാരണം ഗവൺമെൻറ്റാണിത് മുഴുവനും നടത്തുന്നത്. അവിടുത്തെ പാളിച്ചയുണ്ടെങ്കിൽ അത് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാകണം. കാരണം ഇത്രമാത്രം സജ്ജീകരണത്തോടു കൂടി ഒരു എക്സാമിനേഷൻ നടത്തുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ചവറും മുഴുവനും ടെലഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അവൈലബിളാണ്. പിന്നെ ഇതിൻ്റെ ഡിവിനിറ്റിയും പവിത്രത എവിടെ പോയി? ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ കുട്ടികളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതാണ് അടുത്ത പ്രശ്നം. അതായത് ഇന്ത്യയോടുള്ള പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷ ഇല്ലാതാകുന്നു. ഇവിടെയാണ് നമ്മൾ കാണിച്ച ഏറ്റവും വലിയ പാളിച്ച. ഒരു ജനറേഷൻ, അതായത് 10-11 ലക്ഷം കുട്ടികളെയും അവരുടെ പേരൻസിനെയും വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കി നീറ്റ് പരീക്ഷയിൽ കൂടെ.